രാത്രിയുണ്ടായ സംഘർഷത്തിന് പിന്നാലെ മഹാരാജാസ് കോളേജിലേക്ക് അഭിഭാഷകർ മദ്യക്കുപ്പികളും കല്ലുകളും എറിയുന്നതിന്റെ ദൃശ്യങ്ങൾ പുറത്ത്. യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് അക്രമമെന്ന് കോളേജിലെ വിദ്യാർത്ഥികൾ പറഞ്ഞു. ഏകപക്ഷീയമായ അക്രമം ഉണ്ടായാൽ പ്രതിരോധിക്കുമെന്ന് SFIയും അറിയിച്ചു. അതേസമയം ഇന്നലെ ഉണ്ടായ സംഘർഷത്തിൽ വിദ്യാർത്ഥികൾക്കെതിരെ വധശ്രമത്തിന് കേസെടുക്കണമെന്ന് ജില്ലാ കോടതി ബാർ അസോസിയേഷൻ ആവശ്യപ്പെട്ടു. ഇന്നലെ രാത്രി 11 മണിയോടെയാണ് എറണാകുളത്ത് അഭിഭാഷകരും മഹാരാജാസ് കോളേജിലെ വിദ്യാർത്ഥികളും തമ്മിൽ സംഘർഷമുണ്ടായത്. ജില്ലാ കോടതി വളപ്പിലും മഹാരാജാസ് കോളേജ് വളപ്പിലുമായാണ് സംഘർഷമുണ്ടായത്. സംഘർഷം തടയാനെത്തിയ പോലീസുകാർക്കുൾപ്പെടെ പരിക്കേറ്റു. 10ലേറെ വിദ്യാർത്ഥികൾക്കും 9 അഭിഭാഷകർക്കും പരിക്കേറ്റു. ബാർ അസോസിയേഷൻ പരിപാടിയിൽ SFI പ്രവർത്തകർ കയറി പ്രശ്നമുണ്ടാക്കിയെന്നാണ് അഭിഭാഷകരുടെ ആരോപണം. നിയമപരമായി മാത്രമേ പ്രശ്നത്തെ കൈകാര്യം ചെയ്തിട്ടുള്ളൂവെന്നും ബാർ അസോസിയേഷൻ പ്രസിഡന്റ് ആൻഡോ തോമസ് പറഞ്ഞു. തടയാനായിട്ട് ഞങ്ങൾക്ക് യാതൊരു നിവൃത്തിയില്ലാത്തൊരവസ്ഥ. കസേരകൾ എടുത്തടിക്കുകയായിരുന്നു. പിന്നെ വക്കീലന്മാരായതുകൊണ്ട് ഞങ്ങൾക്ക് നിയമം കയ്യിലെടുക്കാൻ ഒരു പരിമിതി ഉള്ളതുകൊണ്ട് ഞങ്ങൾ ഡിഫെൻഡ് ചെയ്ത് നിൽക്കുകയായിരുന്നു ചെയ്തത്. അതിനുശേഷം പോലീസ് വന്ന് ഇവരെ പുറത്താക്കുകയാണ് ചെയ്തത്. ഇതാണ് ഉണ്ടായിരിക്കുന്ന സംഭവം. അതേസമയം കോളേജിൽ നടക്കാനിരുന്ന ഷീഫെസ്റ്റ് പരിപാടിയുടെ ഒരുക്കങ്ങൾ പൂർത്തീകരിച്ച് ഹോസ്റ്റലിലേക്ക് പോയ പെൺകുട്ടികൾ ഉൾപ്പെടെയുള്ളവരോട് മദ്യപിച്ചെത്തിയ അഭിഭാഷകർ മോശമായി പെരുമാറിയതാണ് പ്രശ്നത്തിന്റെ കാരണമെന്ന് മഹാരാജാസ് കോളേജ് യൂണിയൻ ജനറൽ സെക്രട്ടറി അശ്വിൻ പറഞ്ഞു. കുട്ടികൾ തിരിച്ച് പെൺകുട്ടികളുടെ ആളുകൾ ഹോസ്റ്റലിൽ പോകുന്ന ഘട്ടത്തിൽ വളരെ മോശമായിട്ട് അവരോട് വളരെ മോശമായിട്ട് പെരുമാറിയിട്ടുണ്ട്. അവർ പല ചോദ്യങ്ങൾ ചോദിക്കുക, എന്താണ് ഈ രാത്രി എങ്ങോട്ടാണ് ഉൾപ്പെടെ വളരെ മോശമായിട്ട് അവർ ബിഹേവ് സമയത്ത് അത് അവിടെ നിന്നുള്ള ബാക്കിയുള്ള 4-5 വരുന്ന ഒന്നാമത്തെ വിദ്യാർത്ഥി ചോദ്യം ചെയ്തു. അത് ചോദ്യ ഘട്ടത്തിലാണ് ഒരു സംഘർഷം ഉണ്ടാവുന്നത്, ഏകപക്ഷീയമായ സംഘർഷം ഉണ്ടാവുന്നത്. പ്രശ്നങ്ങൾ അവസാനിച്ചതിന് പിന്നാലെ ഉച്ച കഴിഞ്ഞു വീണ്ടും സംഘർഷമുണ്ടായി. മഹാരാജാസ് കോളേജിലേക്ക് മദ്യക്കുപ്പികളും വലിയ കല്ലുകളും അഭിഭാഷകർ വലിച്ചെറിയുന്ന ദൃശ്യങ്ങൾ വിദ്യാർത്ഥികൾ പുറത്തുവിട്ടു. തുടർന്ന് അഭിഭാഷകർ നഗരത്തിൽ പ്രതിഷേധ പ്രകടനം നടത്തി. ദൃശ്യങ്ങൾ പുറത്തോട്ട് അവരിട്ട കുപ്പികൾ തന്നെയാണ്. നമുക്കിവിടെ ബിയറോ മദ്യങ്ങളോ ഒന്നും നമുക്കിവിടെ ഇല്ല. നമുക്കതിൻ്റെ ആവശ്യമില്ല. ഇത് കലാലയമല്ല, ഇതൊരു അഭിഭാഷകരുടെ ഒരു സമൂഹമാണ്. ഇവിടെ എന്തിനാ മദ്യക്കുപ്പികൾ? അതിനൊരു പ്രാധാന്യമില്ല. പക്ഷേ നമ്മളിവരോട് പറഞ്ഞത്രേ ഉള്ളൂ, ഇവിടുത്തെ ക്യാൻറ്റീനിൽ ഇനി അവർ കയറരുത്, അത്രേ നമ്മൾ പറഞ്ഞുള്ളൂ. അതേസമയം യാതൊരു പ്രകോപനവും ഇല്ലാതെയാണ് അക്രമമെന്ന് വിദ്യാർത്ഥികൾ പറഞ്ഞു. അവിടെ നിന്നിട്ട് കൂടി നിൽക്കുന്ന 100ഓളം വരുന്ന അഭിഭാഷകർ വല്ലാണ്ട് തെറി വിളിക്കുകയൊക്കെ ഉണ്ടായി. അതിനുശേഷം അധ്യാപകരോടടക്കം വളരെ മോശമായിട്ടാണ് ഇവർ പെരുമാറിയിട്ടുള്ളത്. ഈ ഹുങ്ക അവസാനിപ്പിക്കണം എന്നാണ് പറയാനുള്ളത്. ഇത് ഒട്ടും ഒരു സാംസ്കാരിക കേരളത്തിന് ഒട്ടും ചേർന്നൊരു രീതിയല്ല. വിദ്യാർത്ഥികളോട് ഒട്ടും ഇങ്ങനെ പെരുമാറാനും പാടില്ല. മദ്യക്കുപ്പികൾ വലിച്ചെറിഞ്ഞത് തങ്ങൾ പറഞ്ഞതിന്റെ തെളിവാണെന്നും വിദ്യാർത്ഥികൾ. ഹൈക്കോടതി ഉത്തരവ് പ്രകാരം 10 മണിക്ക് സൗണ്ടും മറ്റു കാര്യങ്ങൾ അവസാനിക്കുന്ന സമയത്ത് ഇവിടെ 1 മണി വരെ കള്ളും കുടിച്ച് കൂത്താടുന്ന ആഘോഷങ്ങൾ അവിടെ നടന്നുകൊണ്ടിരുന്നത്. ഇതിന്റെ ബാക്കി പത്രമാണ് ഈ വിദ്യാർത്ഥികൾ നേരിട്ട ഈ അക്രമം. പിന്നാലെ SFIയും വിഷയത്തിൽ പ്രതികരണവുമായി രംഗത്തെത്തി. ഏകപക്ഷീയമായ അക്രമമുണ്ടായാൽ പ്രതിരോധിക്കുമെന്ന് SFI അറിയിച്ചു. പ്രശ്നങ്ങൾ രൂക്ഷമാകാതിരിക്കാനുള്ള ശ്രമത്തിലാണ് പോലീസ്. സംഘർഷ സാധ്യത കണക്കിലെടുത്ത് സ്ഥലത്ത് പോലീസിന്റെ നിരീക്ഷണം ഏർപ്പെടുത്തിയിട്ടുണ്ട്. ന്യൂസ് മലയാളം, കൊച്ചി.